Hey guys, it's me Ashwati and welcome back to our channel Mentortales. So, we will look at the third sem British history topic, that is factory system. Okay, factory system is a topic. So, before getting started, if you like our channel first time, you can useful friends and cousins share, support, subscribe. Okay, so let's get into the topic. Okay, so factory system nu parnale industrial revolution ennulla process ne vegatha kootittulla oru important element aanu factory system nu parayunnathu. കാരണം ഇൻഡസ്ട്രിയൽ സെക്ടറിലുള്ള പുതിയ ഇൻവെൻഷൻസും പുതിയ ഡിസ്കവറീസ് ഒക്കെ കാരണം ഈ ബ്രിട്ടീഷിൻ്റെ ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് ഒക്കെ 18th സെഞ്ച്വറി ആയതോട് കൂടിയിട്ട് നല്ല രീതിക്ക് എക്സ്പാൻഡ് ചെയ്യപ്പെട്ടു. Okay, so it became important to develop a more tightly organized form of production than the traditional method of employing workers in small workshops or their own homes. Okay, traditional method പ്രകാരം വർക്കേഴ്സിനെ കുഞ്ഞു ഷെൽട്ടേഴ്സിലോ അല്ലെങ്കിൽ അവരുടെ വീടുകളിലൊക്കെയാണ് പണിയെടുപ്പിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഇൻഡസ്ട്രീസൊക്കെ എക്സ്പാൻഡ് ചെയ്ത ടൈമിൽ അവർക്ക് ഒരു നീഡ് വരികയാണ്. അതായത് ഒരു ഹൈലി ഓർഗനൈസ്ഡ് അല്ലെങ്കിൽ ടൈറ്റ്ലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫോം ഓഫ് പ്രൊഡക്ഷൻ വേണം. ട്രഡീഷണൽ മെത്തേഡിന് പകരം വേറൊരു ഓർഗനൈസ്ഡ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ കൊണ്ടുവരണം എന്നുള്ളൊരു സിറ്റുവേഷൻ വരികയാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ലാർജ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് കൺസ്ട്രക്റ്റ് ചെയ്യലായിരുന്നു. ഓക്കെ, ഇതിനുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ടു കൺസ്ട്രക്ട് ലാർജ് മാനുഫാക്ചറിങ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ലാർജ് മാനുഫാക്ചറിങ് ആയിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നത് വഴി വർക്ക് ഫോഴ്സിനെ നമുക്ക് ക്ലോസ്ലി കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുമാതിരി സ്ട്രിക്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഓഫ് ടൈം കീപ്പിംഗ്, ഇന്ന ടൈമിൽ ചെയ്യണം, ഇന്ന ടൈം ഫാക്ടറിയിൽ എത്തണം, പോവണം എന്നുള്ളതിനൊക്കെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടൈം കണ്ടീഷൻസ് വെക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഉള്ളൊരു രീതിക്ക് വരണമെന്നുണ്ടെങ്കിൽ ലാർജ് മാനുഫാക്ചറിങ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് കൺസ്ട്രക്ട് ചെയ്യണം. അതാണ് ഒരേ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എംപ്ലോയേഴ്സിന് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മിനിമൈസ് ചെയ്യാൻ പറ്റും. ലോസ് ഓഫ് റോ മെറ്റീരിയൽസ്, ഇപ്പോൾ തെഫ്റ്റ്, കള്ളന്മാരൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഷെൽട്ടേഴ്സ് എന്നൊക്കെ കൊണ്ടുപോകുന്ന ആ ഒരു തെഫ്റ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതുമാതിരി തന്നെ അവർക്ക് ഹ്യൂജ് ആൻഡ് പവർഫുൾ മെഷീൻസ് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ കൊണ്ടുവരാൻ, ഇൻസ്റ്റാൾ ചെയ്യാനും പറ്റും. ഇങ്ങനെ ഒരു ലാർജായിട്ടുള്ള ഒരു വലിയ മാനുഫാക്ചറിങ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ എംപ്ലോയേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ഈ ഒരു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാൻ പറ്റും. അതുമാതിരി റോ മെറ്റീരിയൽസ് ഇങ്ങനെ ആരെങ്കിലും തെഫ്റ്റ് നടക്കുന്നതും അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതുമാതിരി വലിയ മെഷീൻസ് ഒക്കെ അവർക്ക് ഇൻസ്റ്റാൾ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ എംപ്ലോയേഴ്സിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് നോക്കുമ്പോൾ, അതായത് എംപ്ലോയേഴ്സിൻ്റെ ഒരു വ്യൂ പ്രകാരം എന്താണ്, ഫാക്ടറി സിസ്റ്റത്തിൽ എന്താണ് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ അത് വൈഡ്ലി അഡോപ്റ്റ് ചെയ്യപ്പെട്ടു, പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലൊക്കെ. ഓക്കെ, സോ 19th സെഞ്ച്വറി ത്രൂ ഔട്ട് എന്താണ് ഫാക്ടറി സിസ്റ്റം ഡോമിനൻറ്റ് ഫോം ഓഫ് ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷനായിട്ട് മാറി. ത്രൂ ഔട്ട് ദ 19th സെഞ്ച്വറി ഏറ്റവും ഡോമിനൻറ്റ് ഫോമായിട്ട് നിന്നിരുന്നത് ഈ ഒരു ഫാക്ടറി സിസ്റ്റമാണ്. ഓക്കെ, ആൻഡ് അത് 20th സെഞ്ച്വറിയിലും എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിലനിന്നു. ഓക്കെ, സോ ആർക്കിടെക്ചറലി നോക്കുകയാണെങ്കിൽ, ദാറ്റ് ഇസ് എന്താ ആർക്കിടെക്ചറലി പറഞ്ഞാൽ ഈ ഒരു വാസ്തുശാസ്ത്രപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാക്ടറി സിസ്റ്റം എന്ന് പറയുന്നത് സെവറൽ ഫേസസിലൂടെയാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സെവറൽ ഫേസസ്, ഓരോരോ ഘട്ടമായിട്ടാണ് ഈ ഒരു ഫാക്ടറി സിസ്റ്റം ഡെവലപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം ഏർലി ഫാക്ടറീസ്, ആദ്യത്തെ ഫാക്ടറീസൊക്കെ എന്തിനാണ് ഉണ്ടാക്കിയിരുന്നത്? അവരുടെ നെസസറി ആയിട്ടുള്ള മെഷീൻസും അതുമാതിരി തന്നെ പവർ സോഴ്സസിനെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ, അതൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടി മാത്രമാണ് ആദ്യത്തെ ഫാക്ടറീസൊക്കെ നിർമ്മിച്ചിരുന്നത്. ഓക്കെ, പിന്നെ പല ഫാക്ടറീസും വെൽ ബിൽട്ടായിരുന്നു, നല്ല സ്ട്രക്ചറലി വെൽ ബിൽട്ടായിട്ടുള്ള ഫാക്ടറീസ് പിന്നീട് വന്നു. ഓക്കെ, അതിലിങ്ങനെ ഓർണേറ്റ് ചിമ്മിനീസൊക്കെ വെച്ചിട്ട് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുള്ള നല്ല രീതിക്ക് ബിൽഡ് ചെയ്തിട്ടുള്ള ഫാക്ടറീസ് പിന്നീട് വന്നു. പിന്നെ ഐഡിയലിസ്റ്റിക് എൻ്റർപ്രന്യേഴ്സ് ആയിട്ടുള്ള ഈ റോബർട്ട് ഓവൻ, എൻ്റർപ്രന്യേഴ്സ് എന്ന് പറഞ്ഞാൽ വ്യവസായ സ്ഥാപനം, സോ അങ്ങനെ ഉള്ള ഒരു എൻ്റർപ്രന്യർ ആയിരുന്നു ഈ ഒരു നമ്മുടെ റോബർട്ട് ഓവൻ. അപ്പോൾ അദ്ദേഹമൊക്കെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ഫാക്ടറീസ് വന്നതോട് കൂടിയിട്ട് തന്നെ അവിടുത്തെ വർക്കേഴ്സിന് നല്ല ഗുഡ് ഹൗസിങ്ങും അതുമാതിരി തന്നെ പബ്ലിക് അമ്യൂണിറ്റീസ് ഒക്കെ വർക്കേഴ്സിന് പ്രൊവൈഡ് ചെയ്തു. അത് ചില ആളുകൾ മാത്രമേ ചെയ്യുള്ളൂ, കുറച്ച് ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ മാത്രമേ അങ്ങനെ വർക്കേഴ്സിൻ്റെ കാര്യം നോക്കാറുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഫാക്ടറി സിസ്റ്റത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ഒരു ഫേസായിട്ട്, ഒരു ഘട്ടമായിട്ടാണ് നടന്നിട്ടുള്ളത്. ഏർലി ഫാക്ടറീസ് അവിടെ മെയിനായിട്ടുള്ള ഈ ഒരു മെഷീൻസും അതുമാതിരി പവറിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, പവർ സോഴ്സൊക്കെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ കുറേ ഫാക്ടറീസ് നല്ല സ്ട്രക്ചറലി നല്ല രീതിക്ക് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വിത്ത് ഡെക്കറേറ്റീവ് ചിമ്മിനീസ് ആൻഡ് ഓൾ.
അപ്പോൾ അങ്ങനെ ഫേസ് ആയിട്ടാണ് ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഫാക്ടറീസ് ഓൺ ചെയ്യുന്നത് ആരാണ്? ക്യാപിറ്റലിസ്റ്റാണ്. ക്യാപിറ്റലിസ്റ്റിൻ്റെ കീഴിലാണ് ഈ ഫാക്ടറീസ് ഉണ്ടാവുക. ഓക്കെ, കാരണം അവരാണ് ഈ ഫാക്ടറീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനും അതുമാതിരി അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനൊക്കെ ഉള്ള പൈസ ഇറക്കുന്നത് ക്യാപിറ്റലിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റലിസ്റ്റാണ് ഈ ഒരു ഫാക്ടറീസിൻ്റെ ഓണേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓൾഡ് പ്രീ മെഷീൻ വേൾഡിൽ നിന്ന് ഈ ഒരു മെഷീൻ വേൾഡ്, ദാറ്റ് ഈസ് വേൾഡ് ഓഫ് ഫാക്ടറീസിലേക്കുള്ള ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഭയങ്കര ഗ്രാജുവൽ, പതുക്കെ സ്ലോ ആയിട്ടുള്ളൊരു പ്രോസസ്സായിരുന്നു. ഓക്കെ, ഓൾഡ് അതായത് പണ്ടത്തെ പ്രീ മെഷീൻ പീരിയഡ്, പ്രീ മെഷീൻ വേൾഡിൽ നിന്ന് ഈ ഒരു മെഷീൻ ലോകത്തേക്ക്, ദാറ്റ് ഈസ് ഫാക്ടറിയുടെ ഈ ഒരു ലോകത്തേക്കുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഗ്രാജുവൽ ആയിട്ടുള്ളൊരു പ്രോസസ്സായിരുന്നു, സ്ലോ പ്രോസസ്സായിരുന്നു. ഓക്കെ, സോ മെഡീവൽ പീരിയഡിലൊക്കെ ഇൻഡസ്ട്രിയൽ ഈ പ്രൊഡക്ഷൻ അതുമാതിരി ഡിസ്ട്രിബ്യൂഷനൊക്കെ ഗിൽഡ് സിസ്റ്റമാണ് ക്യാരി ചെയ്തിരുന്നത്. ഓക്കെ, ഗിൽഡ് സിസ്റ്റം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഈ സംഘടിത സംഘം, ഒരു പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് മാത്രം നിൽക്കുന്ന കുറച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അപ്പം അങ്ങനെ ഗിൽഡ് സിസ്റ്റം വഴിയാണ് മെഡീവൽ പീരിയഡിൽ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ അതുമാതിരി തന്നെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനൊക്കെ ചെയ്തിരുന്നത്. പക്ഷെ പതുക്കെ മെർക്കൻറ്റിലിസം അതുമാതിരി തന്നെ ഈ ഒരു ക്യാപിറ്റലിസം, ഇത് രണ്ടും വന്നതോട് കൂടിയിട്ട് ഗിൽഡ് സിസ്റ്റം ഡിസ്ട്രോയ് ചെയ്യാണ്. ഓക്കെ, മെർക്കൻറ്റിലിസം ക്യാപിറ്റലിസം ഈ ഒരു ഗിൽഡ് സിസ്റ്റം ഡിസ്ട്രോയ് ചെയ്യാണ്. അങ്ങനെ അവർ കൊണ്ടുവന്ന സിസ്റ്റമാണ് ഡൊമസ്റ്റിക് സിസ്റ്റം അല്ലെങ്കിൽ പുട്ടിംഗ് ഔട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഗിൽഡ് സിസ്റ്റമാണ് അവിടെ നിലനിന്നിരുന്നത് ഫോർ ദ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. സോ ഗിൽഡ് സിസ്റ്റത്തിനെ മെർക്കൻറ്റിലിസം അതുപോലെ തന്നെ ക്യാപിറ്റലിസം ഡിസ്ട്രോയ് ചെയ്യാണ്. അങ്ങനെ ഈ മെർക്കൻറ്റിലിസ്റ്റ് ആൻഡ് ക്യാപിറ്റലിസ്റ്റുകൾ പുറത്തു കൊണ്ടുവന്ന സിസ്റ്റമാണ് ഡൊമസ്റ്റിക് സിസ്റ്റം അല്ലെങ്കിൽ പുട്ടിംഗ് ഔട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡൊമസ്റ്റിക് സിസ്റ്റം അല്ലെങ്കിൽ പുട്ടിംഗ് ഔട്ട് സിസ്റ്റം ഇവർ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ, ഈ ഒരു ഡൊമസ്റ്റിക് സിസ്റ്റം അല്ലെങ്കിൽ പുട്ടിംഗ് ഔട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു സിസ്റ്റത്തിൻ്റെ കീഴിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ ഓർഗനൈസ് ചെയ്യുന്നത് വർക്കേഴ്സിൻ്റെ വീടുകളിലായിരിക്കും. ഓക്കെ, ഹൗസസ് ഓഫ് ദ വർക്കേഴ്സിൽ, ഓക്കെ, അല്ലെങ്കിൽ ഹോംസ് ഓഫ് ദ വർക്കേഴ്സിലാണ് പ്രൊഡക്ഷൻ ഓർഗനൈസ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ മാർക്കറ്റ്സ് ഒക്കെ പെട്ടെന്ന് വളരാൻ തുടങ്ങിയപ്പോൾ കുറച്ചൊക്കെ പ്രൊഡക്ഷൻ എന്ത് ചെയ്തു? ഫാക്ടറീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അതുമാതിരി ചില പ്രൊഡക്ട്സ് ലൈക്ക് ടെക്സ്റ്റൈൽസ്, ഗ്ലൗസ്, ബൂട്ട്സ്, ഷൂസ്, അങ്ങനെയൊക്കെയുള്ള ചില പ്രൊഡക്ട്സിന് എന്താ സിസ്റ്റം ഓഫ് സബ് കോൺട്രാക്ട് എന്നുള്ള ആ ഒരു സിസ്റ്റം തന്നെയാണ് റിമെയിൻ നിലനിന്നിരുന്നത് ചില പ്രൊഡക്ട്സിൽ മാത്രം. ഓക്കെ, ഈ ബൂട്ട്സ്, ഷൂസ് അതുമാതിരി ടെക്സ്റ്റൈൽസ് അങ്ങനെയുള്ള ചില പ്രൊഡക്ട്സിലൊക്കെ. ഈ ഒരു ഡൊമസ്റ്റിക് സിസ്റ്റം അല്ലെങ്കിൽ ഈ പുട്ടിംഗ് ഔട്ട് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിന് ഈ ഒരു മാസ്റ്റർ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റിന് എന്തുണ്ട്? ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം ഈ ഒരു വർക്കിന് എപ്പോഴും കുറച്ച് ട്രെയിനിങ് മതി. ഓക്കെ, അതുമാതിരി വർക്കേഴ്സിന് അവരുടെ ഔട്ട്പുട്ടിന് മാത്രമേ അവർ പൈസ കൊടുത്തിരുന്നുള്ളൂ. അവരുടെ വീടുകളിൽ ഇത് ഉണ്ടാക്കുന്ന പ്രൊഡക്ഷനൊന്നും പൈസ കൊടുത്തിരുന്നില്ല. പ്രൊഡക്ഷനൊക്കെ കഴിഞ്ഞിട്ട് അവർ കൊടുക്കുന്ന ഔട്ട്പുട്ടിന് മാത്രമാണ് ഇവർ വർക്കേഴ്സിന് പൈസ കൊടുത്തിരുന്നുള്ളൂ. ഓക്കെ, സോ വർക്കേഴ്സിന് ദേ ആർ പെയ്ഡ് ഓൺലി ഫോർ ദിയർ ഔട്ട്പുട്ട്. അതുമായി തന്നെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഇത് പ്രൊഡക്ഷൻ നടക്കുന്നത് എവിടെയാണ്? വർക്കേഴ്സിൻ്റെ വീടുകളിലാണ്. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് അവർക്ക് ആവശ്യമില്ല. സോ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റുകൾക്ക് ഈ ഒരു ഡൊമസ്റ്റിക് അല്ലെങ്കിൽ പുട്ടിംഗ് ഔട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഒരുപാട് അഡ്വാൻറ്റേജസ് ആണ് ഉണ്ടായിരുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്? ഒന്ന്, അവർക്ക് വർക്കേഴ്സിന് ലിറ്റിൽ ട്രെയിനിങ് കൊടുത്താൽ മതി. രണ്ട്, അവർ ഈ വർക്കേഴ്സിന് ഔട്ട്കമ്മിന് മാത്രമാണ് പെയ്ഡ് ചെയ്തിട്ടുള്ളൂ. അവരുടെ ആ ഒരു ഔട്ട്പുട്ടിന് മാത്രമേ അവർക്ക് പൈസ കൊടുത്തിട്ടുള്ളൂ. മൂന്ന്, എന്താണ്, അവർക്ക് നല്ല വലിയ തുക ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും നടത്തേണ്ട കാര്യമില്ല. ബിക്കോസ് ഇത് പ്രൊഡക്ഷൻ നടക്കുന്നത് വർക്കേഴ്സിൻ്റെ വീടുകളിലാണ്. ഓക്കെ, ഈ ഒരു ഡൊമസ്റ്റിക് അല്ലെങ്കിൽ പുട്ടിംഗ് ഔട്ട് സിസ്റ്റം വിച്ച് റീപ്ലേസ് ദ ഗിൽഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഒരു ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ല അഡ്വാൻറ്റേജസ് ആയിരുന്നു. ഓക്കെ, അങ്ങനെ 18th സെഞ്ച്വറി ആയപ്പോൾ ഡൊമസ്റ്റിക് സിസ്റ്റം എന്തായി? ഇറ്റ് ഗേവ് വേ ടു ഫാക്ടറി സിസ്റ്റം. ഓക്കെ, അപ്പോൾ ആദ്യം ഗിൽഡ് സിസ്റ്റം ആയിരുന്നു. ഗിൽഡ് സിസ്റ്റത്തിൽ നിന്ന് ഡൊമസ്റ്റിക് സിസ്റ്റം അല്ലെങ്കിൽ പുട്ടിംഗ് ഔട്ട് സിസ്റ്റം വന്നു. ഓക്കെ, പിന്നെ ഈ ഡൊമസ്റ്റിക് സിസ്റ്റം 18th സെഞ്ച്വറിയിൽ എന്തായി? ഫാക്ടറി സിസ്റ്റത്തിന് വഴിയൊരുക്കി കൊടുത്തു. ഓക്കെ, സോ മോഡേൺ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ എന്താണ്? ഫാക്ടറി സിസ്റ്റമാണ്. ഓക്കെ, സോ ആ ഫാക്ടറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സിസ്റ്റം ഓഫ് പ്രൊഡക്ഷൻ ഇൻ വിച്ച് ഹാൻഡ് ടൂൾസ്, കയ്യും കൊണ്ടുള്ള ടൂൾസൊക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് കോംപ്ലിക്കേറ്റഡും ഓട്ടോമാറ്റിക്കും ആയിട്ടുള്ള മെഷീൻസ് വരികയാണ്. ഓക്കെ, അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് ഫാക്ടറി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫാക്ടറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ എങ്ങനെയാണ്? പ്രൊഡക്ഷനിൽ ഹാൻഡ് ടൂൾസ്, കയ്യും കൊണ്ടുള്ള പണിയെടുക്കുന്ന ടൂൾസിനെയൊക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് കോംപ്ലിക്കേറ്റഡും ഓട്ടോമാറ്റിക്കും ആയിട്ടുള്ള എന്ത് വരികയാണ്? മെഷീൻസ് വരികയാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഫാക്ടറി സിസ്റ്റം.
സോ ഏറ്റവും ആദ്യം ഗിൽഡ് സിസ്റ്റം ആയിരുന്നു, പിന്നെ ഡൊമസ്റ്റിക് സിസ്റ്റം വന്നു, പിന്നെ ഫാക്ടറി സിസ്റ്റം വന്നു. ഇപ്പോഴത്തെ മോഡേൺ ഇൻഡസ്ട്രി ഒക്കെ ഫാക്ടറി സിസ്റ്റം ആണ്. സോ ഫാക്ടറി സിസ്റ്റത്തിൽ എന്താണ്, ഹാൻഡ് ടൂൾസിനെ റീപ്ലേസ് ചെയ്തും കൊണ്ട് ഓട്ടോമാറ്റിക് കോംപ്ലിക്കേറ്റഡ് കോസ്റ്റ്ലി ആയിട്ടുള്ള മെഷീൻസ് വരാൻ തുടങ്ങി. ഓക്കെ, സോ വർക്ക്സ് എന്താണ്, ലാർജ് വർക്ക്ഷോപ്സിൽ ലാർജ് നമ്പർ ഓഫ് വർക്കേഴ്സ് വഴിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഓക്കെ, വലിയ വർക്ക്ഷോപ്പിൽ ഒരുപാട് വർക്കേഴ്സിൻ്റെ കീഴിലാണ് ഇപ്പോൾ വർക്ക് നടക്കുന്നത്. ഓക്കെ, സോ എന്താണ്, ഒരാളെ കൊണ്ട് ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞു ഡൊമസ്റ്റിക് സിസ്റ്റത്തിൽ വർക്കേഴ്സിൻ്റെ വീട്ടിലാണ് പ്രൊഡക്ഷൻ നടക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓരോ വീട്ടിലും ആയിരിക്കും ഓരോ കാര്യങ്ങൾ പ്രൊഡക്ഷൻ നടക്കുന്നത്. അതെല്ലാം കൂടി ഒരാൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, ഈ ഒരു യുണൈറ്റഡ് വർക്ക് കാരണമായത് ഒരു ഫാക്ടറിയുടെ ഉള്ളിൽ എല്ലാവരും കൂടിയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ യുണൈറ്റഡ് വർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, അങ്ങനെ അതാണ് ഈ ഒരു ഫാക്ടറീനെ ഷേപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ എല്ലാവരും അവനവൻ്റെ വീട്ടിൽ ഓരോ പ്രൊഡക്ഷൻ നടത്തുന്നതിന് പകരം അവർ യുണൈറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി അണ്ടർ എ ലാർജ് വർക്ക്ഷോപ്പ്. അതാണ് ഫാക്ടറി ആയിട്ട് എന്ത് ചെയ്യുക, ഷേപ്പ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു മാനുഫാക്ചറിൻ്റെ ഒരുപാട് പ്രോസസ്സസ് ഒറ്റ റൂഫിൻ്റെ കീഴിൽ സെൻട്രലൈസ്ഡ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഒരു റൂഫാണ് ഈ ഫാക്ടറീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രോസസ് ഓഫ് മാനുഫാക്ചറേഴ്സ് ഓരോ പ്രോസസ്സും പല പല സ്ഥലങ്ങളിൽ നടത്തുന്നതിന് പകരം അതെല്ലാതും ഒരു റൂഫിൻ്റെ കീഴിൽ നടത്താൻ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് സാധിച്ചിട്ടുണ്ട് ബൈ ദ കമ്മിങ് ഓഫ് ദ ഫാക്ടറീസ്. ഓക്കെ, പിന്നെ അത് സെൻട്രലൈസ്ഡ് ആക്കി, അതുമാതിരി യൂസ് ഓഫ് ദ പവർ ഇൻക്രീസ് ചെയ്തു. പിന്നെ സ്പെഷ്യൽ ടൂൾസ് ആൻഡ് മെഷീൻസ് എന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്തു. സ്പെഷ്യലൈസ്ഡ് ടൂൾസും അതുമാതിരി തന്നെ ഓരോ മെഷീൻസൊക്കെ. പിന്നെ വർക്കേഴ്സിനെയൊക്കെ ഫിക്സഡ് വേജസ്, അതുമാതിരി ഫിക്സഡ് വർക്കിംഗ് ഹവേഴ്സ്, അത് രണ്ടിനും വേണ്ടിയിട്ടാണ് വർക്കേഴ്സിനെ ഹയർ ചെയ്തിരുന്നത്. അതായത് ഇത്ര മണി ടു ഇത്ര മണി, അല്ലെങ്കിൽ തോന്നുന്ന സമയം വരെ അവരെ പണിയെടുപ്പിക്കില്ല. ഓക്കെ, അങ്ങനെ അത്ര നേരം വർക്ക് ചെയ്യുന്നതിനൊരു ഫിക്സഡ് ആയിട്ടുള്ള ശമ്പളം. അപ്പോൾ അങ്ങനെയുള്ള രീതിക്കൊക്കെ കാരണമായിട്ടുള്ളത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനാണ്. ഓക്കെ, സോ വർക്കേഴ്സിനും അതൊരു ബെനിഫിറ്റ് ആയിരുന്നു, കാരണം അവരുടെ കൈകൊണ്ട് ചെയ്യുന്ന ആ ഒരു വർക്ക് കുറഞ്ഞു. അതിനുമാതിരി ഇപ്പോൾ മെഷീൻസ് ഉണ്ട്, സ്പെഷ്യലൈസ്ഡ് ടൂൾസ് ഉണ്ട്. മാത്രമല്ല അവർക്കൊരു ഫിക്സഡ് ഹവർ വർക്ക് ചെയ്താൽ മതി, ഫിക്സഡ് ആയിട്ടുള്ളൊരു ശമ്പളം അവർക്ക് കിട്ടുകയും ചെയ്യും. ഇതിനൊക്കെ കാരണമായത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനാണ്. പിന്നെ ഫാക്ടറി സിസ്റ്റം എന്ന് പറയുമ്പോൾ അത് സ്പെഷ്യലി മാർക്ക് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ് വെച്ചിട്ടാണ്. ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ് പറഞ്ഞാൽ ഈ പ്രൊഡക്ട്സ് ആൻഡ് പ്രോസസ്സസിലൊക്കെ ഉള്ള ഗ്രേറ്റർ ഇൻവെൻഷൻസ്, പുതിയ പുതിയ പ്രൊഡക്ട്സ്, അതുമാതിരി പുതിയ പുതിയ പ്രോസസ്സൊക്കെ ഇൻവെൻറ്റ് ചെയ്യാൻ തുടങ്ങി. അതുമാതിരി തന്നെ സ്റ്റീം എൻജിൻസിൻ്റെ യൂസ് കൂടി. ഓക്കെ, സ്റ്റീം എൻജിൻസിൻ്റെ യൂസ് കൂടി. അതുമാതിരി ഇൻഡസ്ട്രിയൽ പ്രോസസ്സിലൊക്കെ മെക്കാനിക്കൽ സയൻസ് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അതുമാതിരി ടൂൾസ്, മെഷീൻസ്, ലേബർ, അതിലൊക്കെ ഗ്രേറ്റർ സ്പെഷ്യലൈസേഷൻ കൊണ്ടുവരാൻ തുടങ്ങി. ടൂൾസിലും മെഷീൻസിലും ലേബറിലൊക്കെ. ഇതിപ്പോൾ ചില ആളുകൾക്ക് ഒരു പെർട്ടിക്കുലർ പണി ചെയ്യുന്നതിലായിരിക്കും ഏറ്റവും എക്സ്പേർട്ട് ആവുക. ഓക്കെ, അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പണിയിലായിരിക്കും അവർ സ്പെഷ്യലൈസ്ഡ് ആവുക. അപ്പോൾ അങ്ങനെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പണി അവർക്ക് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഗ്രേറ്റർ സ്പെഷ്യലൈസേഷൻ ആളുകൾക്ക് മാത്രമല്ല ടൂൾസിനും മെഷീൻസിനും ഒക്കെ കൊണ്ടുവരാൻ തുടങ്ങി. ഓക്കെ, സോ ഈ ഒരു ഫാക്ടറി സിസ്റ്റം മാർക്ക് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ്. ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ് ലൈക്ക് ദ ഗ്രേറ്റർ ഇൻക്രീസ് ഇൻ ദ ഇൻവെൻഷൻ ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് പ്രോസസ്സസ്, വൈഡർ യൂസ് ഓഫ് സ്റ്റീം എൻജിൻസ്, അതുമാതിരി അപ്ലിക്കേഷൻ ഓഫ് മെക്കാനിക്കൽ സയൻസ് ടു ദ ഇൻഡസ്ട്രിയൽ പ്രോസസ്, അതുമാതിരി ഗ്രേറ്റർ സ്പെഷ്യലൈസേഷൻ ഇൻ ടൂൾസ്, മെഷീൻസ് ആൻഡ് ലേബർ. ഓക്കെ, സോ ഫാക്ടറി സിസ്റ്റത്തിൽ എന്താണ്, ഇൻഡിവിജ്വൽ പ്രൊഡക്ഷന് പകരം അവിടെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വരുന്നത്, ഇൻ്റഗ്രേറ്റഡ് പ്ലാന്റ്സ് ആണ് വരുന്നത്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രൊഡക്ഷന് പകരം ഇൻ്റഗ്രേറ്റഡ് പ്ലാന്റ്സ് വരും, മാസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, വലിയ ക്വാണ്ടിറ്റിയിലുള്ള പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. ഫാക്ടറി സിസ്റ്റത്തിൽ ഇൻഡിവിജ്വൽ പ്രൊഡക്ഷൻ റീപ്ലേസ്ഡ് ബൈ ഇൻ്റഗ്രേറ്റഡ് പ്ലാന്റ്സ്. ഓക്കെ, അങ്ങനെ മാസ് പ്രൊഡക്ഷൻ വരികയാണ്. ഓക്കെ, തൗസൻഡ്സ് ഓഫ് പീപ്പിൾ, ആയിരക്കണക്കിന് ആളുകളെ ബിഗ് ഇൻഡസ്ട്രീസിൽ എംപ്ലോയ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അങ്ങനെ ഹൈ മാനേജറിയൽ ടെക്നിക്സ് ഒക്കെ വെച്ചിട്ട് ഇവരെയൊക്കെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. സോ ഗ്രോത്ത് ഓഫ് ബിഗ് സിറ്റീസ്, വലിയ വലിയ സിറ്റീസിൻ്റെ ഗ്രോത്തിന് മെയിൻ കാരണമായത് എന്താണ്, ബിഗ് ഫാക്ടറീസ് ആണ്. വലിയ ഫാക്ടറീസ് ആണ് മെയിൻ കാരണം ഫോർ ദ ഗ്രോത്ത് ഓഫ് സിറ്റീസ് എന്ന് പറയുന്നത്. സോ വർക്കില്ലാതെ ആളുകൾ റൂറൽ ഏരിയാസിൽ നിന്ന് അർബൻ ഏരിയാസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ റിസൾട്ടായിട്ട് മാർക്കറ്റ് സെൻറ്റർ, അതുമാതിരി സ്കൂൾസ്, കോളേജസ്, ഹോസ്പിറ്റൽസ്, അങ്ങനെ പലതും അവിടെയൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, സോ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സിറ്റീസൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതും അങ്ങനെ സ്കൂൾസ്, കോളേജസ്, ഹോസ്പിറ്റൽസ് ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡസ്ട്രിയൽ പോപ്പുലേഷൻ്റെ ഗ്രോത്തോട് കൂടിയിട്ട് സോഷ്യൽ ലൈഫ് ഓഫ് ദ പീപ്പിൾ, അതുമാതിരി തന്നെ ന്യൂ ബിസിനസ്, ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി.
ഓക്കെ, ബിഗ് ബിസിനസ് ഹൗസസ്, ബാങ്കുകൾ, അതുമാതിരി ട്രാൻസ്പോർട്ട് കമ്പനീസ്, ഇൻഷുറൻസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്, അതൊക്കെ വന്നിട്ട് ടൗൺഷിപ്പുകൾ ഫോം ചെയ്യാൻ തുടങ്ങി. ടൗൺഷിപ്സ്. ഓക്കെ, സോ വലിയ വലിയ ബിസിനസ് ഹൗസും ബാങ്കും ട്രാൻസ്പോർട്ട് കമ്പനീസ്, ഇൻഷുറൻസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ്, അതുമാതിരി ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്, ഇതെല്ലാതും ഇങ്ങനെ സെറ്റപ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ പതുക്കെ ടൗൺഷിപ്സുകൾ സെറ്റപ്പ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, സോ ഈ ഒരു ട്രാൻസ്പോർട്ടിലും കമ്മ്യൂണിക്കേഷനിലും ഉള്ള ഡെവലപ്മെൻറ്റും ഫാക്ടറി സിസ്റ്റത്തിൻ്റെ ഒരു മറ്റൊരു ഇമ്പാക്റ്റാണ്. ഓക്കെ, ഫാക്ടറി സിസ്റ്റം ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതോട് കൂടിയിട്ടാണ് ട്രാൻസ്പോർട്ടിലും കമ്മ്യൂണിക്കേഷൻ മേഖലകളിലൊക്കെ കൂടുതൽ അഡ്വാൻസ്മെൻറ്റ്സ് വേണ്ടി വരുന്നത്. ഓക്കെ, സോ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ്ഡ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അനദർ ഇമ്പാക്റ്റ് ഓഫ് ഫാക്ടറി സിസ്റ്റമാണ്. ഓക്കെ, സോ ഫാക്ടറി സിസ്റ്റം വേറെ ഒരു കാര്യം കൂടി ചെയ്തു. അത് 2 ക്ലാസ്സസിനെ സൊസൈറ്റിയിലേക്ക് കൊണ്ടുവന്നു. 2 ക്ലാസ്സസ്. നമ്മൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ പഠിച്ചപ്പോൾ 2 ക്ലാസ്സസിനെ അവർ കൊണ്ടുവന്നത് അവരുടെ ഒരു എഫക്റ്റ് ആണെന്ന് പറഞ്ഞു. ആ 2 ക്ലാസ്സസ് ഏതൊക്കെയായിരുന്നു? വർക്കിംഗ് ക്ലാസ്സും ബൂർഷയും. ഓക്കെ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. അതേമാതിരി ഈ ഫാക്ടറി സിസ്റ്റം എന്ത് ചെയ്തു? 2 ക്ലാസ്സസിനെ സൊസൈറ്റിയിലേക്ക് കൊണ്ടുവന്നു. അതാരൊക്കെയെന്ന് വെച്ചാൽ, ഒന്ന് ക്യാപിറ്റലിസ്റ്റുകളാണ് ഈ മണി ഇൻവെസ്റ്റ് ചെയ്യുന്നതും അതുമാതിരി പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്നതും, ക്യാപിറ്റലിസ്റ്റ് മുതലാളികൾ. പിന്നെ വർക്കേഴ്സ്. ഓക്കെ, വർക്കേഴ്സ് എന്താ ചെയ്തത്? വർക്കേഴ്സ് അവരാണ് ഈ ഒരു മാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് പ്രൊഡക്ഷൻ നടത്തുന്നത്. ഓക്കെ, പിന്നെ ഇവരുടെ 2 പേരുടെ ഇടയിലായിട്ടൊരു മിഡിൽ ക്ലാസ് അതുമാതിരി വൈറ്റ് കോളേർഡ് ബ്യൂറോക്രാറ്റ്സ് ആൻഡ് മാനേജേഴ്സ് ഒക്കെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ 2 സോഷ്യൽ ക്ലാസ്സിനെയാണ് കൊണ്ടുവന്നത്, വർക്കിംഗ് ക്ലാസ്സും ബൂർഷയും. ഫാക്ടറി സിസ്റ്റം എന്ന് പറയുമ്പോൾ അത് കൊണ്ടുവന്നിട്ടുള്ള ന്യൂ സോഷ്യൽ ക്ലാസ്സസ്, ഒന്ന് ക്യാപിറ്റലിസ്റ്റ്, രണ്ടാമത് ഈ ഒരു വർക്കേഴ്സ്, മൂന്നാമത് ഇവരുടെ ഇടയിലായിട്ട് നിൽക്കുന്ന മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ വൈറ്റ് കോളേർഡ് ആയിട്ടുള്ള ബ്യൂറോക്രാറ്റ്സ്, മാനേജേഴ്സ് ഒക്കെ. ഇങ്ങനെ 3 ക്ലാസ്സസാണ് വരുന്നത്. പതുക്കെ പതുക്കെ ഈ 3 ക്ലാസ്സസിൻ്റെ ഇടയിൽ കോൺഫ്ലിക്ട്സ് വരാൻ തുടങ്ങി, ഓരോ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ ലേബർ ക്ലാസ്, അതായത് വർക്കേഴ്സ് എന്ത് ചെയ്തു? ലേബർ ക്ലാസ് ട്രേഡ് യൂണിയൻസ് ഫോം ചെയ്തു. അവരുടെ സപ്പോർട്ടിന് വേണ്ടി ട്രേഡ് യൂണിയൻസ് ഫോം ചെയ്തു ലേബർ ക്ലാസ്. സെയിം ടൈം ക്യാപിറ്റലിസ്റ്റ് എന്ത് ചെയ്തു? അവരുടെ ഫെഡറേഷൻസ് ഒക്കെ ഫോം ചെയ്തു. അപ്പോൾ ഈ ട്രേഡ് യൂണിയൻസ് ലേബർ ക്ലാസ് ഫോം ചെയ്തതും ക്യാപിറ്റലിസ്റ്റ് ഫെഡറേഷൻ ഫോം ചെയ്തതും എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ക്ലാസ്സിൻ്റെ ഇൻട്രസ്റ്റുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഈ സെക്ഷൻസ് തമ്മിൽ, അതായത് ഈ ഒരു വർക്കിംഗ് ക്ലാസ് അതുമാതിരി ക്യാപിറ്റലിസ്റ്റ്, മിഡിൽ ക്ലാസ്, ഇവർ തമ്മിൽ കോൺഫ്ലിക്ട്സ് വരാൻ തുടങ്ങിയപ്പോൾ പതുക്കെ ലേബർ ക്ലാസ് അവരുടെ ട്രേഡ് യൂണിയൻസ് ഫോം ചെയ്യാൻ തുടങ്ങി. സിമിലർലി നമ്മുടെ ഈ ഒരു ക്യാപിറ്റലിസ്റ്റുകൾ അവരുടെ ഫെഡറേഷൻസ് ഫോം ചെയ്യാൻ തുടങ്ങി ടു പ്രൊട്ടക്റ്റ് ഓർ പ്രൊമോട്ട് ദെയർ ഓൺ ഇൻട്രസ്റ്റ്. അവരുടെ ക്ലാസിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ തുടങ്ങുന്നത്. ഓക്കെ, ഇതാണ് ഫാക്ടറി സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. എസ്സേ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഒരു ടോപ്പിക്കാണ് ഫാക്ടറി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെന്തായാലും പഠിച്ചു വയ്ക്കുക. ഓക്കെ, സോ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് നമ്മൾ വൈകാതെ തന്നെ വരും. അതുവരെ എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുക ആൻഡ് കൂടെ തന്നെ പഠിച്ച് പോവുക. നമ്മുടെ എക്സാം ഡേറ്റ് അടുത്തിട്ടുണ്ട്. സോ കൂടെ പഠിച്ചു പോവുക, പക്ഷേ ടെൻഷൻ ആവുന്നു വേണ്ട, കൂളായിട്ടിരിക്കുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. നമ്മൾ വേഗം തന്നെ അടുത്ത ക്ലാസ് ആയിട്ട് വരും കേട്ടോ. ഓക്കെ.